സെൻറ്റിമീറ്റർ അഥവാ 5.33 അടി ഉയരമുള്ള ഒരു വ്യക്തിക്ക് 65 കിലോഗ്രാം ഭാരമുണ്ടെങ്കിൽ ഏത് വിഭാഗത്തിൽ പെടും? തൂക്കക്കൂടുതൽ. രണ്ടാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ ഏതിനം മരുന്നുകളുടെ അമിതോപയോഗമാണ് പ്രമേഹത്തിന് കാരണമാവുന്നത്? അതിനുത്തരം സ്റ്റീറോയിഡുകൾ. മൂന്നാമത്തെ ചോദ്യം, ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അതിൽ 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായ പ്രസ്താവന വായിക്കാം. ആൻറ്റിബയോട്ടിക് ചികിത്സയാണ് ഡെങ്കിപ്പനിക്ക് ഫലപ്രദം. നാലാമത്തെ ചോദ്യം, പനിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു. 1. ലളിതമായ ഭക്ഷണരീതിയാണ് പനിയുള്ളപ്പോൾ അഭികാമ്യം. 2. പനിയുള്ളപ്പോൾ ധാരാളമായി ശുദ്ധജലം കുടിക്കണം. 3. പനിയുള്ളപ്പോൾ പഴങ്ങളും ഇലക്കറികളും ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തണം. ഇത് ശരിയായ വിവരങ്ങളേവ എന്നതാണ് ചോദ്യം. ഇതിനുത്തരം എല്ലാം ശരിയാണ്. ചുവടെ പറയുന്നവയിൽ തലച്ചോറിനെ ബാധിക്കുന്ന രോഗം അഥവാ രോഗങ്ങൾ ഏവ? അപ്പോൾ രോഗങ്ങൾ വായിക്കാം. ജപ്പാൻ ജ്വരം, മെനിഞ്ചൈറ്റിസ്, കോളറ, ബ്രോങ്കൈറ്റിസ്. അതിനുത്തരം 1ഉം 2ഉം മാത്രം ശരി. ശരീരത്തിലെ ലവണജല സന്തുലനം പാലിക്കുന്നതിനെ സഹായിക്കുന്ന ഹോർമോൺ ഏത്? അൽഡോസ്റ്റിറോൺ. ചുവടെ പറയുന്നവയിൽ ജന്തുജന്യ രോഗം അല്ലാത്തത് ഏത്? ചിക്കൻ പോക്സ്. എട്ടാമത്തെ ചോദ്യം, സന്ധ്യാസമയത്ത് മുറിക്കകത്ത് പ്രവേശിച്ച് രാത്രി സമയങ്ങളിൽ കാൽമുട്ടിന് കീഴ്പോട്ട് കൂടുതലായി കിടക്കുന്ന കൊതുകിനം ഏത്? ക്യുലക്സ്. പ്രമേഹ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സന്ധിവേദന. പത്താമത്തെ ചോദ്യം, ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് ഏത്? HDL കൊളസ്ട്രോൾ.